ഹലോ, അസ്സലാമലൈക്കും, നമസ്കാരം. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള മട്ടൺ കൊണ്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ. പ്രഷർ കുക്കറിൽ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിഷാണ്. മട്ടൺ ഡ്രൈ റോസ്റ്റാണെന്ന് നമ്മൾ ചെയ്യുന്നത്. മസാലകളൊക്കെ വളരെ ഫ്രഷ് ആയിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ട് ചെയ്യുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. മാത്രമല്ല നമ്മുടെ ചപ്പാത്തി, പുട്ട്, അപ്പം, അതുപോലെ തന്നെ നമ്മുടെ ഗീ റൈസ്, അതായത് നമ്മുടെ നെയ്ച്ചോറിലേക്കൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ടി ഞാൻ ആദ്യം പറഞ്ഞു നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള മസാല പൗഡറാണ് ചെയ്യുന്നത്. എപ്പോഴാണോ നമ്മൾ കുക്ക് ചെയ്യുന്നത് അതിന് തൊട്ട് മുമ്പ് നമുക്ക് തയ്യാറാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കിലോ മട്ടണിലേക്കുള്ള മസാലയാണ് കേട്ടോ പറയുന്നത്. ഒരു 1 ടേബിൾ സ്പൂണോളം ഫ്രഷ് ആയിട്ടുള്ള പച്ചമല്ലി എടുക്കാം. പിന്നെ നമ്മുടെ വറ്റൽമുളക്, അത് നമ്മുടെ എരിവിനനുസരിച്ചിട്ടാണ് എടുക്കേണ്ടത്. ഞാനിവിടെ 5 വറ്റൽമുളക് വരെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക്, അതായത് നമ്മുടെ ബ്ലാക്ക് പെപ്പർ കോൺസ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ ചെറിയ ജീരകം. കൂടെ നമ്മളൊരു 1 ബേ ലീഫ് എടുത്തിട്ടുണ്ട്. ഒരു 2 ചെറിയ കഷ്ണം പട്ടയുണ്ട്. പിന്നെ ഒരു 3 ഏലക്ക, അതുപോലെ തന്നെ 3 ഗ്രാമ്പു. ഇത്രയാണ് നമ്മൾ 1/2 കിലോ മട്ടൺ വെച്ചിട്ട് ചെയ്യുമ്പം അത്യാവശ്യം നല്ല എരിവോട് കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും നമ്മൾ ഈ ഒരു പാനിലേക്ക് ചേർത്തിട്ട് ചെറുതാക്കി ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുകയാണ്. ഒത്തിരി വലിയ ഫ്ലെയിമിലൊന്നും പാടില്ല, വളരെ ചെറിയ തീയിൽ വേണം. നമുക്കിങ്ങനെ തൊട്ട് നോക്കുമ്പം നമുക്ക് കുഴപ്പമില്ലാന്ന് തോന്നുന്ന ഒരു ചൂടുണ്ടാവുമല്ലോ, നമുക്കൊക്കെ എല്ലാവർക്കും തൊടാൻ പറ്റുന്ന ഒരു ചൂട്, അത്രേ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും ചേർക്കുകയാണ്. ബേ ലീഫ് ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ബേ ലീഫ് ചേർത്തിട്ട് കൊടുക്കാം. ബേ ലീഫ് എന്ന് വെച്ചാൽ നമ്മുടെ കറുകയില്ല, അത് നമുക്കിപ്പോൾ ചേർത്തിട്ട് കൊടുക്കണ്ട, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചേർത്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതിനെ 1 മിനിറ്റ് മാത്രം ഡ്രൈ റോസ്റ്റ് ചെയ്താൽ മതി. വളരെ ചെറിയ തീയിൽ, ഞാൻ പ്രത്യേകം പറയാണ്, തീ കൂടരുത്. തീ കൂടി കഴിഞ്ഞാൽ പാനിന് ചൂടും കൂടും. അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് കരിയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പൊടിച്ചെടുക്കുമ്പം ആ മസാല പൗഡറിൻ്റെ ടേസ്റ്റിലും വ്യത്യാസം വരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. വളരെ ചെറിയ തീയിൽ എടുത്തിട്ട് നമ്മളതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ പാനിൻ്റെ ചൂടിൽ തന്നെ കുറച്ചും കൂടെ സമയം വെച്ചിരുന്നാൽ മതി. എന്നതിന് ശേഷം ചൂടൊക്കെ ഒന്ന് പോയതിനു ശേഷം നമ്മുടെ മിക്സിയുടെ കുഞ്ഞു ജാറില്ലേ, അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇത് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ട് ഒരു ഭാഗത്ത് മാറ്റി വെക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യലായിട്ട് നമ്മുടെ ഈ ഒരു ഡ്രൈ റോസ്റ്റിലേക്കുള്ള മസാല പൗഡർ. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പ്രഷർ കുക്കർ എടുത്ത് സ്റ്റൗവിൽ വെക്കുക. ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂണോളം നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിലും ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഈ ഒരു ഓയിലിലേക്ക് നമ്മൾ ഡയറക്റ്റ് മട്ടൺ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഓൾറെഡി നന്നായിട്ട് കഴുകിയെടുത്ത് വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുള്ള 1/2 കിലോ മട്ടനാണിത്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ വേറെ കാര്യങ്ങളൊന്നും ഇപ്പോൾ ചേർക്കുന്നില്ല. ഈ ഒരു ഓയിലിട്ടിട്ട് ഈ ഒരു മട്ടൺ ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുക, ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം തന്നെ. അപ്പോൾ നമ്മൾ മട്ടൺ ചേർത്തിട്ട് 1 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മട്ടനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുകയാണ്. അപ്പോൾ ആദ്യമേ ഒരുപാട് ഇട്ട് കൊടുക്കരുത്, കാരണം ഇപ്പോൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മളൊക്കെ വഴറ്റിയൊക്കെ എടുത്തിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് പിന്നെ ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്തിട്ട് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ടും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടാണ് ചേർക്കുന്നത്. കട്ട് ചെയ്തിട്ട് ചേർക്കരുത് കേട്ടോ, ചതച്ചിട്ട് തന്നെ ചേർക്കണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക. രണ്ടും കൂടെ നമുക്കൊരു 1.5 ടേബിൾ സ്പൂണോളം മതിയാകും. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് കൂടുതൽ ഇഞ്ചിയാണ് കൂടുതൽ എടുത്തിട്ടുള്ളത് കേട്ടോ. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ 1 മിനിറ്റ് മാത്രം ഇതൊന്ന് അടച്ചു വെക്കുകയാണ്. പ്രഷർ കുക്കർ നമ്മൾ ടൈറ്റായിട്ട് ക്ലോസ് ചെയ്യരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുത്താൽ മതി. 1 മിനിറ്റ് ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം വീണ്ടും തുറന്നിട്ട് വീണ്ടും നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിയിട്ടില്ല, പക്ഷേ എങ്കിലും നമ്മുടെ മട്ടനിൽ നിന്ന് അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്കിത് കുക്ക് ചെയ്യാൻ പാകത്തിനുള്ള വെള്ളമൊക്കെ ഇപ്പോൾ തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് നമ്മളിപ്പോൾ നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുത്തില്ല നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള മസാല. ഇത് നമുക്കിതിലേക്ക് മുഴുവനായിട്ട് തന്നെ ചേർക്കാം, പക്ഷേ ഈ ഒരു സമയം നമ്മൾ ഇതിൽ നിന്നും ഒരിത്തിരി മാറ്റി വെച്ചിട്ട് ബാക്കി നമ്മളിതിലേക്ക് ചേർത്തിട്ട് കൊടുക്കുകയാണ്. ഈ ഒരു മസാല പൗഡർ നമുക്ക് അത്യാവശ്യം എരിവ് നന്നായിട്ട് ഇഷ്ടമുള്ളവർക്ക് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനതിലേക്ക് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്, ബാക്കിയെല്ലാം ഇതിലേക്ക് ചേർത്തിയിട്ടുണ്ട്. നമ്മൾ ആ പൊടിച്ചെടുത്തിൽ നിന്നും കുറച്ചേ മാറ്റി വെച്ചിട്ടുള്ളൂ, ബാക്കി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് എരിവൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർത്തിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത്യാവശ്യം ഉപ്പും അതുപോലെ തന്നെ നമ്മുടെ മസാല പൗഡറൊക്കെ അത്യാവശ്യം എരിവും കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കാം, കാരണം നമുക്ക് ഈ ഒരു മട്ടൺ കുക്ക് ചെയ്ത് വരുമ്പം ആ ഒരു ഗ്രേവി, ഒരു ശകലം ഗ്രേവി കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളത്. ഒട്ടും ഗ്രേവി വേണ്ട, നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം എന്നുള്ളവർ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത്രയും ചേർത്ത് കൊടുത്ത് നമ്മൾ ആ മസാലപ്പൊടിയൊക്കെ ചേർത്ത് ഒരു 1-2 മിനിറ്റ് നമ്മളൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് കുക്കറിൻ്റെ ലിഡ് കൊണ്ട് നല്ല ടൈറ്റായിട്ട് ക്ലോസ് ചെയ്തിട്ട് ഈ മട്ടൺ വേവിച്ചിട്ടെടുക്കാം. മട്ടൻ്റെ വേവ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന മട്ടൻ്റെ വേവ് അനുസരിച്ചിട്ട് എടുക്കും. അപ്പോൾ ഞാനിവിടെ 6 വിസിൽ വന്നതിന് ശേഷമാണ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കംപ്ലീറ്റ് സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കത് തുറന്ന് നോക്കാം.
അപ്പോൾ ഇതേ നമ്മുടെ മട്ടനൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം നമ്മുടെ പുളിയില്ലാത്ത കട്ടിയായിട്ടുള്ള തൈര് ചേർത്തിട്ട് കൊടുക്കാം. കൂടെ ഒരു മീഡിയം സൈസായിട്ടുള്ള തക്കാളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞുകൂടെ ചേർത്തിട്ട് കൊടുക്കാം. ഇത് രണ്ടും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മളെ ചേർത്തിട്ടുള്ള തക്കാളി ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വഴണ്ടി വരണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചുമ്മാ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. എന്ന് വെച്ചാൽ ടൈറ്റായിട്ട് നമ്മുടെ കുക്കറിൻ്റെ ലിഡ് കൊണ്ട് ക്ലോസ് ചെയ്യരുത്, വെറുതെ ഒന്ന് അടച്ചു വെച്ച് കൊടുത്താൽ മതി. എന്നിട്ടൊരു 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഇത് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് തക്കാളി നന്നായിട്ട് കുഴഞ്ഞ് വരണം കേട്ടോ. നന്നായിട്ട് അതിൽ നമുക്ക് എടുത്ത് കാണാനേ പാടില്ല തക്കാളി. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഇതാ വഴണ്ടി കുഴഞ്ഞ് ഇതിൽ കാണാനേ ഇല്ല, ആ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് ഇതുപോലെ ഒന്ന് ചെരിഞ്ഞ് കട്ട് ചെയ്തതും, അതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതും, പിന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ മല്ലിയില കൂടെ ചേർത്തിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതിനെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പോഴും ഞാൻ ഫ്ലെയിം ഒന്നും ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ. ആ ഒരു ഗ്രേവി നന്നായിട്ടൊന്ന് വച്ച് വരാൻ വേണ്ടിയിട്ട് വീണ്ടും ഫ്ലെയിമിൽ തന്നെ വെക്കുന്നത്. പിന്നെ ഫൈനലായിട്ട് നമ്മുടെ ബാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള ആ ഒരു മസാല പൗഡറിൽ നിന്നും ബാക്കിയിൽ നിന്നും കുറച്ചുകൂടെ മസാല പൗഡർ നമ്മൾ ഫൈനലായിട്ട് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഫ്ലേവറും കൂടെ കിട്ടും. നമുക്കിത് ഫ്രണ്ടിൽ കൊടുന്ന് വെക്കുമ്പോൾ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു മസാല പൗഡറിൻ്റെ ഫ്ലേവർ കിട്ടും. അതൊരു പ്രത്യേക ടേസ്റ്റാണ്, നല്ല ഫ്ലേവറുമാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നല്ല ഡ്രൈ ആയിട്ടുള്ള മട്ടൺ റോസ്റ്റ്. ഒന്ന് ചൂടൊക്കെ പോയി കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ടുള്ളൊരു ഡ്രൈ ആയിട്ടുള്ളൊരു റോസ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇത് പ്രത്യേകിച്ചും പുട്ടിലേക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. പുട്ട് ഇഷ്ടമുള്ളവർക്ക് ഒന്ന് ട്രൈ ആവുന്നതാണ് ഈ ഒരു മട്ടനും കൂടെ ചേർത്തിട്ട് കഴിക്കാൻ. അതുപോലെ തന്നെ ചപ്പാത്തി, അപ്പം, നെയ്ച്ചോറ് ഇതിലേക്കൊക്കെ നല്ല ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ബാച്ചിലേഴ്സിനാണെങ്കിലും എളുപ്പമാണ്. സവാള അരിയ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും സിമ്പിളായിട്ടുള്ള റെസിപ്പീസുമായിട്ട് കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.